അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എനിക്കിന്ന് കിട്ടിയത് കേട്ടോ നല്ല ഞണ്ടാണേ. അപ്പം എൻ്റെ നാത്തൂൻ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ, സ്നേഹത്തോടെ ഞണ്ട് കറി വെക്കാൻ. അപ്പം ഞാൻ ഇന്ന് ഞണ്ട് കറി വെക്കാൻ പോവാണ്. അപ്പം ആദ്യം ഈ ഞണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ഞണ്ടിൻ്റെ കുറച്ച് ഫ്രഷ് ഞണ്ടാണ് കേട്ടോ ഇത്. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് അപ്പം തന്നെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ ഭർത്താവിന് ബോട്ടൊക്കെ ഉണ്ട്. അപ്പം അവർ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ. അപ്പം നല്ല ഫ്രഷ് ഞണ്ടാണ്. ഇതിൻ്റെ സൈഡിലുള്ള കൊമ്പൊക്കെ ആദ്യം മാറ്റണം. അത് കഴിഞ്ഞതാ നമ്മുടെ ഇതിൻ്റെ പുറംതൊടില്ലേ അതങ്ങോട്ട് ഇളക്കി കളയണം. അതിന് ശേഷം എന്താണ്ട് കുറച്ച് മറ്റേ പൂ പോലത്തെ ഭാഗങ്ങളില്ലേ അത് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് അതിലേക്കിടാം. അപ്പം കൈ മുറിയാൻ നോക്കണം. പിന്നെ ഇതിൻ്റെ ചെറിയ കൊമ്പുണ്ടല്ലോ, ചെറിയ കൊമ്പുള്ള അത് ഇച്ചിരി വലുതായിരിക്കും. അത് നമ്മളതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം ഇതിന് വേണ്ടത് ഒരു 1.5-2 സവാള. അപ്പോൾ ഈ സവാള എന്ന് പറഞ്ഞാൽ സവാളയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റും. കാരണം ഇത് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു തക്കാളി 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഞണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് വേവിക്കാൻ വെക്കണം. അപ്പം ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും വെന്ത് വന്നതിന് ശേഷം നമുക്ക് എണ്ണ പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ആ ചട്ടിയിൽ തന്നെ വെക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം, നല്ലവണ്ണം മൂപ്പിക്കണ്ട, ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി. ഈ ഞണ്ടെന്ന് പറഞ്ഞാൽ ഫ്രഷ് ഞണ്ടൊക്കെ കൊണ്ടുവരുമ്പം നല്ല ടേസ്റ്റാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഞണ്ട് നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാനായിട്ട് അത്രയ്ക്ക് കൊള്ളത്തില്ല കേട്ടോ. അന്ന് തന്നെ കറി വെക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് കഴിഞ്ഞ് സവാള കുറച്ച് ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ സവാള ഇട്ട് കൊടുത്തത് നല്ലണക്കൊന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ പോരെ, യഥാർത്ഥത്തിൽ നല്ലതുപോലെ ഇതൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ബ്രൗൺ കളർ എന്ന് പറയുന്നത് അത് നല്ലതുപോലെ ആകണം. എങ്കിൽ മാത്രമേ ഇത് പിന്നെ കുറച്ചും കൂടെ ഒരു ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് ഞണ്ടാണെങ്കിലും ഈ സവാളയുടെ ഗ്രേവി അതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിലേക്ക് അകത്തേക്ക് പറ്റിപ്പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഞണ്ടിൻ്റെ യഥാർത്ഥ റെസിപ്പി എൻ്റെ നാത്തൂനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല രീതിയിൽ വെക്കും, അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഒരു ക്രീമി ആയിട്ട് ഒരു നല്ലതുപോലെ വഴണ്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു പകുതി വരത്തില്ല, എന്നാലും ഈ റെസിപ്പിയും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനുശേഷം പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം കൂടെ ഒന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലകളെല്ലാം ഇടുന്നത്. അപ്പോൾ ഇതിൽ ഗരം മസാലയും കൂടെ നമ്മൾ ഇടും, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. നേരത്തെ മഞ്ഞളിട്ടാണ് നമ്മൾ ഞണ്ട് വേവിച്ച് വെച്ചത്, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ കുറച്ച് പിന്നെ നമ്മുടെ മുളക് പൊടി 2 സ്പൂണ്. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേണ്ട, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തതുകൊണ്ട് അത് കുറച്ച് ചേർക്കാം. പിന്നെ ഗരം മസാല. അപ്പോൾ ഈ ഗരം മസാല ഇട്ട് നല്ല രീതിയിലൊന്നും വഴറ്റണം കേട്ടോ. കുറച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഈ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ ചൂടുവെള്ളമല്ല, നമ്മൾ ഞണ്ട് വേവിച്ച വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുത്ത് നല്ലണക്കൊന്ന് പറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഞണ്ടെല്ലാം കൂടെ പറക്കി അതിലേക്ക് ഇടുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ, നല്ലണക്ക് ഒന്ന് വരട്ടെ. വറ്റി വന്നതിന് ശേഷം നമ്മൾ ഈ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം എന്താ നമ്മൾ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ആ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനിയാണ് ചെറിയ തീയിലാക്കി കുറച്ച് നേരം ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അടി പിടിക്കാതെ നോക്കിക്കോണം. അപ്പം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്കൊന്നിത് വെള്ളം പോലെ കിടക്കുന്നത് ഇത് നന്നായിട്ടങ്ങ് ഉള്ളിലേക്ക് പിടിച്ച് ഈ അരപ്പെല്ലാം ഈ ഞണ്ടിനകത്തേക്ക് പിടിച്ച് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഞണ്ട് റോസ്റ്റ്. അല്ലാതെ തന്നെ ഞണ്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പച്ച കരിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ ചെറിയ തീയിലാണ്
ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ കൊല്ലത്തെ സംബന്ധിച്ച് ശരിക്കും നല്ല ഫ്രഷ് മീൻ കിട്ടും. നീണ്ടകര ആ ഭാഗത്ത് നമ്മളും ചെറിയ കടലിൻ്റെ അടുത്താണ്, ഒരു 3 കിലോമീറ്റർ ആണ് കടലിലേക്കുള്ള ദൂരം. അപ്പോൾ നല്ല ഫ്രഷ് മീൻ എന്നും കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഫ്രഷ് മീൻ തിന്നുമ്പോൾ തന്നെ അറിയാം ഇത് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പം ദാ റെഡി ആയിട്ടുണ്ട്. നല്ലോണം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് നല്ലൊരു മസാല വന്നിട്ടുണ്ട്, നല്ല ഗ്രേവി ആയിട്ടുള്ള മസാല വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.